ഹലോ ഡിയേഴ്സ്, നമ്മുടെ സൈറ്റിൻ്റെ പുതിയ അപ്ഡേഷനായിട്ടുള്ള വാലറ്റിൽ നിന്ന് തന്നെ ക്യാഷ് ആക്ടിവേഷൻ വാലറ്റിലേക്ക് മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആക്ടിവേഷൻ റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ശേഷം മൈ ഇൻകം എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യുക. ഇതിൽ ലെവൽ ഇൻകത്തിൽ നമുക്ക് വിഡ്രോവൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. വിഡ്രോന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് വിഡ്രോ ആൻഡ് ആക്ടിവേഷൻ. നേരത്തെ വിഡ്രോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആക്ടിവേഷൻ വാലറ്റിലേക്ക് ക്യാഷ് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ആയിട്ടാണ് ആക്ടിവേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ടിവേഷൻ എന്നുള്ളതിൽ ടച്ച് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് നേരത്തെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വിഡ്രോ റിക്വസ്റ്റ് ഓൾറെഡി സെൻഡ് എന്ന് വരുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി എന്ന് വരും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്ന് അഡ്മിൻ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആക്ടിവേഷൻ വാലറ്റിൽ എമൗണ്ട് വരും. ഇത് ഞാൻ നേരത്തെ ചെയ്തതുകൊണ്ട് ഇതിൽ ഓൾറെഡി എമൗണ്ട് ഉണ്ട്. ഇനി ആക്ടിവേഷൻ വാലറ്റിൽ നിന്ന് എങ്ങനെയാണ് ഐ ഡി അപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. നമ്മളുടെ ആക്ടിവേഷൻ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാനുള്ള ഐ ഡി നമ്പർ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. $138,588 $138,588. നഫീസത്ത് മിസ്രിയ ഡീറ്റെയിൽസ് വന്നു. അതിൽ ഇന്നാക്റ്റീവ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ springware.com ഇതിൽ ആക്ടിവേഷൻ സക്സസ്ഫുള്ളി എന്നുണ്ടാവും. അത് ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ആക്റ്റീവായി. ഇനി ആഡ് വാലറ്റിൽ എങ്ങനെയാണ് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതെന്നും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കണം, എമൗണ്ട് കൊടുക്കണം, അതുപോലെ റെസിപ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കണം. ഈ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന് പറയുന്നത് UPI ട്രാൻസാക്ഷൻ ഐ ഡി ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യുക. റെസിപ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ട്രാൻസാക്ഷൻ ഐ ഡിൻ്റെ ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഐ ഡിൻ്റെ മാത്രമാണെങ്കിൽ ഈ 150, നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ഇവിടെ കൊടുത്ത് ആ ഒറ്റ റെസിപ്റ്റ് ഷെയർ ചെയ്താൽ മതി. ഡണ്ണ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ട്രാൻസാക്ഷൻ ഐ ഡി സക്സസ്ഫുൾ, പ്ലീസ് വെയിറ്റ് ഫോർ അഡ്മിൻ അപ്രൂവൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിയിൽ നിന്ന് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഈ രണ്ട് രീതിയിലാണ് ഇപ്പോൾ നമ്മൾക്ക് ആക്ടിവേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക.